ഹായ്, മീ റിയാക്സ് എന്ന് പറയുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇറ്റ്സ് മീ റിയാക്സ് ബൈ അഖിൽ, പക്ഷെ നമ്മൾ മീ റിയാക്സ് എന്ന് ഇട്ടേക്കുന്നേ ഉള്ളൂ. അപ്പം മീ റിയാക്സ് ബൈ അഖിലിലെ അഖിലാണ് ഞാൻ. എൻ്റെ പേര് അഖിൽ എന്നാണ്. എൻ്റെ പേരെങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല, കാരണം പേരെവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് റിയാക്ഷൻ വീഡിയോസ് ഇടുക എന്നുള്ളൊരു മോട്ടീവിൽ തുടങ്ങിയൊരു ചാനലാണ്. അപ്പം റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഷോർട്സ് ആണ് മെയിനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷോർട്സ് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ലോങ് വീഡിയോസ് നമ്മളിപ്പോൾ കുറച്ച് ടെക് റിലേറ്റഡ് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഒരെണ്ണം ഒരു റിയാക്ഷനും ഒരെണ്ണം ഒരു ടെക് റിലേറ്റഡ് വീഡിയോ ആണ്. ഇനി ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ കുറേ റിയാക്ഷൻസ് ചെയ്യാൻ പ്ലാനുണ്ട്. നമ്മൾ റിയാക്ഷൻ എന്നൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തും നമുക്ക് റിയാക്ട് ചെയ്യാം എന്നുള്ളൊരു, നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ പറയാം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് റിയാക്ഷൻ ചാനലിൽ മീ റിയാക്സ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. നമ്മളിതിൽ ഗെയിമിങ്ങും ചെയ്യുന്നുണ്ട്. ഗെയിമിങ് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗെയിം എന്താണ് അതിൽ എൻ്റെ റിയാക്ഷൻ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി റിയാക്ട് ചെയ്ത് കളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഗെയിം കളിക്കും. അപ്പം ഗെയിം നിങ്ങൾക്ക് ജസ്റ്റ് ലൈവ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പറ്റുമെങ്കിൽ നമുക്കത് ലോങ് വീഡിയോ ആയിട്ട് ഷോർട്സൊക്കെ ആയിട്ട് ഇടാം. അത് ഇപ്പോൾ അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ലൈവ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, നോർമൽ ലൈവും ഗെയിംസ് ലൈവൊക്കെ പോകുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 40,000 സബ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് 40,000 സബ് ഉണ്ടെങ്കിൽ കൂടി തന്നെ നമുക്കതിലൊരു 35,000 സബ്സ്ക്രൈബേഴ്സും നമുക്ക് അത്ര ആക്റ്റീവ് അല്ല. മീൻസ് അവർ നമുക്ക് ഷോർട്സിൽ നിന്ന് കിട്ടിയ സബ്സാണ് ഫുള്ള്. ഷോർട്സ് കണ്ട് സബ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ നമ്മൾ ലോങ് ഫോം വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ വ്യൂസ് ഇല്ല, വളരെ കുറവാണ്. അതുപോലെ ലൈവ് പോകുമ്പോഴും നമുക്ക് വ്യൂസ് ഇല്ല. അപ്പോൾ നമ്മൾ ലൈവ് പോകുമ്പം നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ആളുകളുണ്ട് എന്ന് തോന്നുന്നുണ്ട്. മീൻസ് മിക്കപ്പോഴും ഞാൻ ലൈവ് പോകുമ്പോൾ 1, 2, 3, 4 അത്രയും പേരൊക്കെ കാണുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാറില്ല. ഞാനെന്ത് ഹായ് ആരാണ് വെൽക്കം ടു ദ സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പോയിരിക്കും. നമ്മളൊന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ അയച്ച് നമ്മൾ ഇൻട്രാക്ട് ചെയ്താലേ നമുക്ക് അവർ വരത്തുള്ളൂ. നമുക്ക് ഗ്രാജുവലി അത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ലോങ് വീഡിയോസ് ഇട്ട് നമുക്ക് ലോങ് വീഡിയോസിലും വ്യൂസ് കൊണ്ടുവരണം. ഷോർട്സ് വീഡിയോസും റിയാക്ഷൻ കൊളാബ് ഗ്രീൻ സ്ക്രീൻ അങ്ങനെയുള്ള പരിപാടികളിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൺ കണ്ടന്റ് ഇട്ട് നമുക്ക് അതിലേക്കും വരണം. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാം, ഈ വീഡിയോയിലോട്ട് പറയാൻ കാരണം, എന്ത് മാങ്ങത്തിലാണ് ഈ പറയുന്നത്. ഞാൻ 2 വട്ടമായി ഇപ്പോൾ പറയാൻ വന്നിട്ട് തെറ്റിപ്പോകുന്നു. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40,000 സബ് കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 50,000 സബ് എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിവ് ഞാൻ ഈ യൂട്യൂബിൽ എങ്ങനെ ഗിവ് അവേ നടത്തും എന്നുള്ള കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമിലോട്ട് അതൊന്ന് സ്വിച്ച് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി ഗിവ് അവേ നടത്താമെന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റ ID ഞാൻ എവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. നമുക്ക് മീ റിയാക്സിൻ്റെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, പക്ഷെ അതിൽ 1-2 ഫോളോവേഴ്സേ ഉള്ളൂ. നമ്മളതും ആക്റ്റീവ് അല്ല, നമ്മൾ അതിലോട്ടൊന്നും അങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം മിക്കവാറും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലായിരിക്കും നമ്മൾ ലൈവ് ഗിവ് അവേ ചെയ്യാനുള്ള പ്ലാനൊക്കെ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ ഫോളോ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനിയും എൻ്റെ ഈ ഒരു സബ് ഫാമിലിയിൽ മുന്നോട്ട് പോകാം, എന്നെ സപ്പോർട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ എനിക്ക് അപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ഇൻസ്റ്റാ ID ഞാൻ സൂൺ ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഗിവ് അവേയിലോട്ട് എത്തുമ്പോൾ. ഇപ്പം ഞാൻ ഗിവ് അവേ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടണോ അതോ പോസ്റ്റായിട്ട് ചെയ്യണോ എന്തോന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ എന്ത് ഗിവ് അവേ കൊടുക്കും എന്നുള്ള കാര്യം പോലും നമുക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല ഇപ്പോൾ. ആക്ച്വലി എൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അപ്പോൾ ഞാൻ അത് എന്തായാലും ഗിവ് അവേ ചെയ്യാനുള്ള പ്ലാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് നമുക്കൊരു 50,000 ഇല്ല, നമുക്കൊരു 5 പേർക്ക് ഗിവ് അവേ കൊടുക്കാനുള്ള പ്ലാനാണ്. 5 പേർക്ക് എന്തെങ്കിലും നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാമെന്നുള്ള പ്ലാനാണ്. ആക്ച്വലി എൻ്റെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പം എനിക്കതിൽ നിന്ന് റവന്യൂ ഒന്നും ഇല്ല. അപ്പം പിന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കൊടുക്കാനുള്ള പ്ലാനാണത്. അപ്പം ഇപ്പം 40,000 സബ്ബായിട്ട് ഇതുവരെ മോണിറ്റൈസേഷൻ ആയില്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ, ആക്ച്വലി എനിക്ക് ഷോർട്സിൽ വ്യൂസ് ഉണ്ട്, പക്ഷേ എനിക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ടില്ല. മിക്കതും അങ്ങനെ അപ്ഡേറ്റ് ആവാൻ ഭയങ്കര ലാഗ് എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഷോർട്സിൻ്റെ വ്യൂസ് അങ്ങനെ കൗണ്ട് ആവാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ 4,000 വാച്ച് അവർ നമുക്ക് ആയിട്ടില്ല, കാരണം നമ്മൾ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. അപ്പം സൂൺ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മുടെ ഇത്രയും സപ്പോർട്ട് നമ്മളെ കൂടെ എന്നവരെ നമ്മൾ കൈവിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ 50,000 ആകുമ്പോൾ 50,000 5 പേരെ നമ്മൾ സപ്പോർട്ട് ഗിവ് അവേ കൊടുക്കാനുള്ള പ്ലാനാണ്. അതുപോലെ നമ്മളൊരു ലോങ് വീഡിയോ ഇടാൻ പ്ലാനുണ്ട്. മിക്കവാറും ഞാൻ ഗിവ് അവേ അങ്ങനെ ആയിരിക്കും, ലോങ് വീഡിയോ ഇടും. അതിനൊരു ഇത്ര ലൈക്ക്
ഇത്ര വ്യൂസും ഇത്ര ലൈക്കും എന്നുള്ളൊരു ക്രൈറ്റീരിയ ഞാൻ വെക്കാൻ ചാൻസ് ഉണ്ട്. മീൻസ് 50,000 ആയി അതുകൊണ്ട്, പക്ഷേ ഞാനിടുന്ന വീഡിയോ ഇപ്പോൾ ലോങ് വീഡിയോ ഞാൻ ഗിവ് വേക്ക് ഇടും, അതിനകത്ത് 5 പേരെ കണ്ടിട്ടുള്ളെങ്കിൽ 5 പേരെ നമുക്ക് ആ ഒരു ഗിവ് അവേ കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പാർട്ടിസിപ്പൻസ് വേണം. അപ്പം നമ്മൾ എന്തായാലും ഒരു ലിമിറ്റ്, ഇത്ര വീഡിയോക്ക് ഇത്ര ലൈക്ക്, ഇത്ര ലൈക്ക് വേണം, അല്ലെങ്കിൽ വീഡിയോക്ക് ഇത്ര വ്യൂസ് ആകുമ്പോൾ നമ്മൾ ഗിവ് അവേ നടത്തും എന്നുള്ള പ്ലാനില്ല. അപ്പം വീഡിയോ ഇട്ട് 50,000 ആകുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മാക്സിമം അത് മിക്കവാറും ഷെയർ ചെയ്ത് ആയിരിക്കും നമ്മൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ബിൽഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരെ കൊണ്ട് നിങ്ങൾക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. കാരണം നമ്മളൊരു കമൻറ്റ് പിക്കർ വഴി ആയിരിക്കും എടുക്കുന്നത് മിക്കവാറും. അപ്പോൾ അത് ഇൻസ്റ്റ വഴി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു യൂട്യൂബ് വീഡിയോക്ക് ഇത്ര നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അത് എന്ന് ആ ഒരു ലൈക്ക് അല്ലെങ്കിൽ ആ വ്യൂ, മേ ബി വ്യൂ ആയിരിക്കും, വ്യൂ ആ ഒരു നമ്മൾ പറയുന്ന ആ വ്യൂ കൗണ്ട് അച്ചീവ് ചെയ്യുന്നു, അന്ന് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഗിവ് നടത്തുന്നത് ലൈവായിട്ടായിരുന്നു നടത്താനുള്ള പ്ലാൻ. ലൈവ് എങ്കിൽ ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിട്ട് കമൻറ്റ് പിക്കർ വഴി നമ്മൾ ആ ഒരു ഗിവ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം ഇത് ഇത്രയും ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇടാൻ കാരണം, നമ്മളങ്ങനെ ലോങ് വീഡിയോ ഇടാറില്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പേഴ്സണലി ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇത് പറയാമെന്ന് എഴുതിയാണ് ഈ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടിയിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. നമുക്ക് ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് നമ്മൾ ഇടുന്നതായിരിക്കും, ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും, ലൈവ് വരുന്നതായിരിക്കും. ലൈവിൽ നിങ്ങൾക്ക് വന്ന് എന്നോട് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം, സംസാരിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കാം. പിന്നെ ഏതെങ്കിലും ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വീഡിയോ റിയാക്ഷൻ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞോ, അല്ലെങ്കിൽ കമൻറ്റ് പറയുമോ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ കമൻറ്റ് പറയാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉള്ളൂ. കമൻറ്റ് പറയുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു Q&A ഒക്കെ ഇടാം. Q&A ഇട്ടും നമുക്ക് ആൾക്കാരോട് നിങ്ങളോട് ചോദിക്കാൻ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, നിങ്ങൾക്ക് Q&A വഴി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എൻ്റെ പേര് അഖിൽ. ഞാൻ മാരീഡാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷിബി എന്നാണ്. ഷീസ് ഹൗസ് വൈഫ്. ഞാനും ആക്ച്വലി ഞാൻ ഇവൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാനിപ്പം റിസൈൻഡാണ്. ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നെബോഷൊക്കെ എടുത്തിട്ട് ഇൻ്റർവ്യൂ കോഴ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കില്ലേ. ഇൻ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ജോബ് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. എവിടെയും ജോബ് ഓഫറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഹെൽപ്പ് മീ ഔട്ട്. ഞാൻ UAE നോക്കുന്നത്. ഞാൻ UAE 2 മാസം ഉണ്ടായിരുന്നു. ഇനി ഞാൻ UAE തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം UAE പോയി കഴിഞ്ഞാലും ഈ ചാനൽ ഇതുപോലെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ തന്നെയാണ്. റിയാക്ഷൻ ചാനലായതുകൊണ്ട് നമുക്ക് കണ്ടന്റിനൊരു ക്ഷാമം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ എന്നാലും എനിക്കിപ്പോൾ കണ്ടിട്ട് ഭയങ്കര ക്ഷാമമാണ് കേസ്. ഇത് നിൽക്കലൂടാ ഇത് കേട്ടെ, കുഴപ്പമില്ല, നമുക്ക് സെറ്റായിട്ട് മുന്നോട്ട് പൊളിച്ചു പോകാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ, ഷോർട്സോ ലോങ് വീഡിയോ ലൈവോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഗിവ് കാര്യം മറക്കണ്ട. നമ്മൾ ഗിവ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 5 പേർക്ക് ഞാൻ ഗിവ് വഴി 5 ഗിഫ്റ്റ്സ് തരുന്നതായിരിക്കും. ഒരു സ്മാർട്ട് വാച്ച് എന്തായാലും ഉണ്ട്. അത് നമ്മൾ 5 പേര് കൂട്ടാതെ വേണമെങ്കിൽ മാറ്റിയിട്ട് 5 പേർക്ക് ഒരേപോലത്തെ എന്തെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നും ഭയങ്കര വലിയ ബഡ്ജറ്റൊന്നും നമ്മുടെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല, എനിക്കിപ്പോൾ ജോലിയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഡോണ്ട് വെറി, നമ്മൾ അത്ര ചീപ്പ് ഐറ്റംസിലോട്ട് നമ്മൾ പോയില്ല. നല്ല എന്തെങ്കിലും ആയിരിക്കും, നല്ലൊരു ഗിവ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടുന്ന എല്ലാവരോടും ഓക്കെ, ബൈ.